പറയണമല്ലോ, നീ പറഞ്ഞ ഞാൻ പിടിച്ചോളാം. ഗൈസ്, നമ്മള് ലോങ് വീക്കെൻഡ് ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മള് എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ സഡ്ബറിക്ക് അടുത്തുള്ള കിലാണി, പിന്നെ കിലാണി പ്രൊവിൻഷ്യൽ പാർക്ക്, പിന്നെ എന്തോ ക്രാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. പോകുന്ന വഴിക്ക് ആൾക്കാർ അവിടെ സമരം ചെയ്യുന്നു. INGB സമരം കാണിച്ചു കൊടുക്കും. ഇതാണ് കാനഡയിലെ സമരം. കാണാൻ പറ്റുന്ന പലസ്തീന്റെ ഫ്ലാഗും പിടിച്ചോണ്ട് കുറെ പേര് എന്റെ എന്തോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഹോൺ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ബാക്കില് അന്യായ വെള്ളവടിയാണ് നടക്കുന്നത്. ഇവന്മാര് ട്രിപ്പ് എൻജോയ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊക്കക്കോള കുടിച്ചോണ്ടിരിക്കുന്നത്. ഷ്യാം കൊല്ലം മൗണ്ട് ഗേ, ഷ്യാമിന്റെ ബ്രാൻഡായ മൗണ്ട് ഗേ, ഇത് പെപ്സി, ഇത് ചിക്കൻ. ബാക്കിൽ അന്യായ അടിയാണ് ഗൈസ്. നമ്മള് വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ട്രാഫിക് റോഡുകളൊക്കെ സെറ്റ് ചെയ്തേ ഓടിക്കാറുള്ളൂ. നമ്മള് 4 മണിയാകുമ്പോ അവിടെ എത്തണമെന്ന് അറിയിക്കുന്നത്. നമ്മള് സഡ്ബറിയില് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് എയർബിഎൻബിയുടെ ഒരു വീഡിയോ കണ്ടുപിടിച്ച് പുള്ളിക്ക് മെസ്സേജ് അയച്ച് ക്യാഷ് കൊടുത്ത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് എയർബിഎൻബി ഒമ്പിച്ചിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ട്രിപ്പാണ്. രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. സമയം 1 മണിയായി. ഇപ്പൊ 1 മണിയായി. ഇനി എത്തുന്നത് 5 മണിയാവും. ഇച്ചിരി കൂടിപ്പോയി. എന്നാലും യാത്ര സുഖകരമായി പോകുന്നു. ഇത്ര നേരം ട്രാഫിക് ഉണ്ടായിരുന്നു. ഇപ്പം വലിയ ബ്ലോക്ക് ആയിരുന്നു. ഇപ്പൊ ഒന്ന് സെറ്റായി വന്നു. കാലാവസ്ഥ ചിക്കൻ തിന്നണം. കാലാവസ്ഥ പ്രതികൂലമാണ്. നമ്മള് INGBയുടെ വണ്ടിയിലാണ് പോകുന്നത്. സിവിക് ടൈപ്പാർ ഡിസൈൻ ഫുള്ളി മോഡിഫൈഡ്. എക്സോസ്റ്റ് ഇല്ല, മഫ്ലർ എല്ലായിടത്തും പറഞ്ഞാൽ നല്ല സൗണ്ട് ഒക്കെ ഉള്ള ഒരു വണ്ടിയിലാണ് പോകുന്നത്. പക്ഷേ ടയർ 4 മൊട്ടയാണ്, പ്ലസ് ഒരു ആണിയുണ്ട്. പക്ഷെ അത് മോഡിഫിക്കേഷൻ ആണെന്നാണ് ഞങ്ങൾ പുറത്ത് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സമയം കൂട്ടിയതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാൻ കയറി. വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഡ്യൂ ആയിരുന്നു. ആശാൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് കുറെ നാളായി. ഓയിൽ കണ്ടൊരു ടെക്നീഷ്യൻ ഇത് മറ്റേ KFCയിലെ ചിക്കൻ പൊരിച്ച എണ്ണയാണോ എന്നാണ് ആദ്യം ചോദിച്ചത്. ആ KFCയുടെ കാര്യം പറഞ്ഞപ്പോൾ KFCയുടെ മാനേജറാണ് ബാക്കി ഇരുന്ന മദ്യം കുടിച്ച് ചിക്കൻ തിന്നുന്നത്. ഗൈസ്, ഇതാണ് കാനഡയിലെ ഹൈവേ. നമുക്കിങ്ങനെ ഹൈവേ റാമ്പുകളുണ്ട്. ഓരോ ഹൈവേയിലേക്കും ഇങ്ങനെ മാറി മാറി കയറാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിവിടെ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാറില്ല. നമ്മള് വെയ്സാണ്. വെയ്സിൽ നമുക്ക് പോലീസിനെയൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം കാനഡയിലുള്ള വേറെ സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വെയ്സ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലത്തെ കൂട്ടുകാരന്മാരെ കൂട്ടാതിരിക്കുക. നമ്മളെ മുമ്പിച്ച് വേറെ വഴി ഉണ്ടായിരുന്നില്ല, വലിഞ്ഞു കയറി വന്നതാണ്. അതെ, ബാക്കി ചെയ്ത് തീറ്റയും വെള്ളവടിയും മാത്രമാണ് നടക്കുന്നത്, വേറൊന്നുമില്ല. അപ്പൊ ഗൈസ്, വന്നതാണ്, നമ്മള് വിളിച്ചിട്ട് വന്നതല്ല.